അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള A4 അറബിക് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായി നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇന്ന് 16/12/2024 നടന്ന 7ാം ക്ലാസ് അറബി സെക്കൻഡ് ടൈം പരീക്ഷയുടെ ചോദ്യപേപ്പറാണ് ഇന്നത്തെ വീഡിയോ ടീച്ചർ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമുക്കിതിലെ ഒന്നാമത്തെ ചോദ്യം നോക്കാം. നഖറ ഉൽ ഫിഖറ വനുജീബു അനിൽ അസ്ഇലത്തിൽ ആത്തിയ. താഴെ കൊടുത്തിട്ടുള്ള പാരഗ്രാഫ് വായിക്കാനാണ്, എന്നിട്ട് അതിന് താഴെ വരുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുവാനാണ് ചോദ്യം വന്നിട്ടുണ്ടായിരുന്നത് അല്ലേ. നഖറ ഉൽ ഫിഖറ, ആ ഒരു പാരഗ്രാഫ് വായിക്കാം. വനുജീബു അനിൽ അസ്ഇലത്തിൽ ആത്തിയ, എന്നിട്ട് താഴെ കൊടുത്തിട്ടുള്ളതായ ചോദ്യങ്ങൾക്ക് നമുക്ക് ഉത്തരം എഴുതാം എന്നാണ്. അത് നമുക്ക് ആ ഒരു പാരഗ്രാഫ് വായിച്ചു നോക്കാം. അൽ മാ ഉ അസാസുൽ ഹയാത്ത്, വെള്ളം എന്ന് പറയുന്നത് ജീവൻ്റെ അടിത്തറയാകുന്നു എന്നാണ്. വനിയാമത്തും മിൻ നിഅമില്ല, അതോടൊപ്പം തന്നെ വെള്ളം എന്ന് പറയുന്നത് നിഅമത്തുൻ, അതൊരു അനുഗ്രഹമാകുന്നു. മിൻ നിഅമില്ല, അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളിൽപ്പെട്ട ഒരു അനുഗ്രഹമാകുന്നു വെള്ളം എന്ന് പറയുന്നത് എന്നാണ്. അപ്പം നിയാമത്തിൻ്റെ ജമാണ് നിയാം എന്ന് പറയുന്നത് കേട്ടോ. നിയാമത്ത് അനുഗ്രഹം, നിയാമ് അനുഗ്രഹങ്ങൾ എന്നാണ്. അൽ മാ ഉ മിൻ ലറൂരിയാത്തിൽ ഇൻസാനി വൽ ഹയവാനി വത്തുയൂരി വന്നബാതാത്തി വഇരിഹ, വെള്ളം എന്ന് പറയുന്നത് മിൻ ലറൂരിയാത്തിൽ ഇൻസാൻ, മനുഷ്യന് അനിവാര്യമായിട്ടുള്ള നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ് വെള്ളം എന്ന് പറയുന്നത്. വൽ ഹയവാനാത്തി, അതുപോലെ തന്നെ മൃഗങ്ങൾക്കും, വത്തുയൂരി പക്ഷികൾക്കും, വന്നബാതാത്തി സസ്യങ്ങൾക്കും, വഇരിഹ അതല്ലാത്ത മറ്റു വസ്തുക്കൾക്കെല്ലാം തന്നെ അനിവാര്യമായിട്ടുള്ള ഒരു ഘടകമാണ് വെള്ളം എന്ന് പറയുന്നത്. മവാരിദുൽ മിയാഹി കസീറത്തുൻ, വെള്ളത്തിൻ്റെ സ്രോതസ്സുകൾ, അതാണ് മവാരിദുൽ മിയാഹ് എന്ന് പറയുന്നത്. ജലസ്രോതസ്സുകൾ കസീറത്തുൻ ധാരാളമുണ്ട്. മിൻഹ അതിൽ വരുന്നതാണ് അൽ അൻഹാറു നദികൾ. അൽ അൻഹാർ നെഹറിൻ്റെ ജമാണ്, അൻഹാർ നദികൾ. വൽബിറക്ക് അതുപോലെ തന്നെ കുളം. വൽ ജദാവിൽ തടാകങ്ങൾ. വൽ ആബാർ, എന്താണ് ആബാർ? ബിറിൻ്റെ ജമാണ് ആബാർ എന്ന് പറയുന്നത്. കിണറുകൾ, ഇവയെല്ലാം തന്നെ ജലസ്രോതസ്സുകളാണ് എന്നാണ് കേട്ടോ. അഥവാ നമുക്ക് വെള്ളം ലഭിക്കുന്ന സ്രോതസ്സുകളാണ് ഈ പറഞ്ഞവയെല്ലാം തന്നെ. റമ്യുൻ നുഫായാത്തിയൽ മിയാഹി, അതായത് റമ്യുൻ നുഫായാത്തി വേസ്റ്റുകൾ എറിയുന്നത്, ഇലൽ മിയായി വെള്ളത്തിലേക്ക് അല്ലെ വെള്ളങ്ങളിലേക്ക് വേസ്റ്റ് എറിയുന്നത്, യുസബ്ബിബു അത് കാരണമായി തീരുന്നുണ്ട്, അൽ അംറാദൽ മുഖ്തലിഫ വ്യത്യസ്തമായിട്ടുള്ള രോഗങ്ങൾക്ക് കാരണമായി തീരുന്നുണ്ട്. വ ഫസാദൽ ബിഅ നമ്മുടെ പരിസ്ഥിതിയെ ദോഷമാക്കുന്നതിനും പരിസ്ഥിതിയെ കുഴപ്പത്തിലാക്കുന്നതിനും അത് കാരണമായി തീരുന്നുണ്ട് എന്നാണ്. അതുകൊണ്ട് തന്നെ യജിബു അലൽ മുവാത്തിനീന അൽ മുഹാഫലത്തു അലാ മവാരിദിൽ മിയാഇ വ ഹിമായത്തുൽ അർളി മിനത് തലവുസി. യജിബു അലൽ മുവാത്തിനീൻ, ഓരോ നാട്ടിലെയും ആളുകളുടെ മേൽ നിർബന്ധമാണ്. അൽ മുഹാഫലത്ത് എന്ന് പറഞ്ഞ് സംരക്ഷിക്കുക എന്നാണ്. അലാ മവാരിദിൽ മിയാഇ ജലസ്രോതസ്സുകൾ സംരക്ഷിക്കുക എന്ന് പറയുന്നത് ഓരോ രാജ്യത്തിലെയും ഓരോ നാട്ടിലെയും ആളുകളുടെ ബാധ്യതയാണ്, അവരുടെ മേൽ നിർബന്ധമാണ് എന്നാണ് കേട്ടോ. ഹിമായത്തുൽ അർളി അതുപോലെ തന്നെ നമ്മുടെ ഭൂമിയെ സംരക്ഷിക്കലും, മിനത്തലവൂസി മലിനീകരണത്തിൽ നിന്ന് നമ്മുടെ ഭൂമിയെ സംരക്ഷിക്കലും ഓരോരുത്തരുടെ മേലും ബാധ്യതയാണ്, നിർബന്ധമാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് അവിടെ കൊടുത്തിട്ടുള്ള പാരഗ്രാഫ് എന്ന് പറയുന്നത്. ഈ പാരഗ്രാഫിനെ ബേസ് ചെയ്തുകൊണ്ട് താഴെ കൊടുത്തിട്ടുള്ള ചോദ്യങ്ങൾക്കാണ് നിങ്ങൾ ഉത്തരം എഴുതേണ്ടത്. നമുക്കതിൽ ഒന്നാമത്തെ ചോദ്യം നോക്കാം. മാഹുവ അസാസുൽ ഹയാത്ത്, ജീവിതത്തിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് എന്താണ് എന്നാണ്. മാഹുവ അസാസുൽ ഹയാത്ത്, അവിടെ കൊടുത്ത ഓപ്ഷൻസ് നോക്കൂ. അത്തുയൂറു പക്ഷികൾ എന്നാണ്. അൽമാഉ വെള്ളം. അൽ ഹയവാനാത്തു മൃഗങ്ങൾ. അൽ ഖലറവാത്തു പച്ചക്കറികൾ. ഏതാണ് അവിടെ? അൽമാഉ എന്നാണ് ഉത്തരം കേട്ടോ. അൽമാഉ ഉവ ഹസാസുൽ ഹയാത്ത് എന്നാണ്. രണ്ടാമത്തെ ചോദ്യം നോക്കൂ. ഡേഷ് ലൈസമിൻ മവാരിദിൽ മിയാഇ, താഴെ കൊടുത്തിട്ടുള്ളതിൽ ജലസ്രോതസ്സുകൾ പെടാത്തത് എഴുതാനാണ്. ഡേഷ് ലൈസ അതല്ല, മിൻ മവാരിദിൽ മിയാഇ ജലസ്രോതസ്സിൽ പെട്ടതല്ല എന്നാണ്. അൽ ബിർക്കത്തു ബിർക്കത്ത് കുളം. അൽ ജദ്വലു തടാകം. അൽ ജബലു മല. അൽ ബിറു കിണർ. ഏതാണ് ഉത്തരം? ജീമാണ് കേട്ടോ. അൽ ജബൽ എന്നാണ് അവിടെ ഉത്തരമായിട്ട് വരുന്നത്. ഇനി മൂന്നാമത്തെ ചോദ്യം നോക്കൂ. അൽ മുഹാഫലത്തു അലാ മവാരിദിൽ മിയാഇ മിൻ വാജിബി ഡേഷ്. അൽ മുഹാഫലത്തു അലാ മവാരിദിൽ മിയാഇ ജലസ്രോതസ്സുകളെ സംരക്ഷിക്കുക എന്നുള്ളത് മിൻ വാജിബി എന്താണ്?
നിർബന്ധത്തിൽപ്പെട്ടതാണ്, അല്ലെങ്കിൽ ആരുടെ മേൽ ബാധ്യതയാണ് ജലസ്രോതസ്സുകൾ സംരക്ഷിക്കുക എന്ന് പറയുന്നത് എന്നാണ് ചോദ്യം. അൽ മുവാത്തിൻ അല്ലെ ഓരോ നാട്ടിലെ ആളുകൾ, അതുപോലെ അൽ ഹയവാന് മൃഗം, അൻ നബാത്താത്ത് സസ്യങ്ങൾ, അത്തുയൂർ പക്ഷികൾ. ഇതിൽ ആരുടെ മേലാണ് ജലസ്രോതസ്സുകൾ സംരക്ഷിക്കൽ ബാധ്യതയായിട്ടുള്ളത്? അൽ മുവാത്തിൻ എന്നാണ് ഉത്തരം. ഇനി നാലാമത്തെ ചോദ്യം നോക്കൂ. അൽ മിയാ ഉമിൽ നൊറൂരിയാത്തി ഡാഷ്. വെള്ളം എന്ന് പറയുന്നത് അത്യാവശ്യത്തിൽപ്പെട്ടതാണ്, അഥവാ ആർക്കെല്ലാം അത്യാവശ്യമായിട്ട് വരുന്നതാണ്, അനിവാര്യമായിട്ട് വരുന്നതാണ് വെള്ളം എന്ന് പറയുന്നത് എന്നാണ് ചോദ്യം. ഓപ്ഷൻസ് നോക്കൂ. അത്തുയൂറു പക്ഷികൾക്ക്, അൽ ഇൻസാന് മനുഷ്യർ, അൽ ഹയവാനാത്ത് മൃഗങ്ങൾ, കുല്ലുൻ സ്വഹി എല്ലാം ശരിയാണ്. ഏതാണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്? കുല്ലുൻ സ്വഹി എന്നതാണ് കേട്ടോ. കാരണം മനുഷ്യർക്കും മൃഗങ്ങൾക്കും പക്ഷികൾക്കും എല്ലാവർക്കും ഒരുപോലെ അനിവാര്യമായിട്ടുള്ളതാണ് വെള്ളം എന്ന് പറയുന്നത്. ഇനി അഞ്ചാമത്തെ ചോദ്യം നോക്കൂ. ഡാഷ് ഇൽ മിയാ ഇ യുസബിബുൽ അംറാൽ. എന്തായിരിക്കും അവിടെ പൂരിപ്പിക്കേണ്ടത്? റമിയുൻ നുഫായാത്തി എന്നാണ് കേട്ടോ. വേസ്റ്റുകൾ വലിച്ചെറിയുന്നത്, ഇലൽ മിയാ ഈ വെള്ളത്തിലേക്ക് വലിച്ചെറിയുന്നത്, യുസബിബുൽ അംറാല വിവിധ തരത്തിലുള്ള രോഗങ്ങൾക്ക് കാരണമായി തീരുന്നുണ്ട് എന്നാണ്. റമിയുൻ നുഫായാത്തി എന്നാണ് അവിടെ പൂരിപ്പിക്കേണ്ടത് കേട്ടോ. ഇനി 2 മുതൽ 6 വരെയുള്ള പ്രവർത്തനങ്ങളിൽ ഏതെങ്കിലും 4 ഉത്തരം എഴുതുക എന്നവിടെ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ നിർദ്ദേശം കണ്ടു കഴിഞ്ഞാൽ ഏറ്റവും നന്നായി അറിയാവുന്ന 4 ആൻസർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കൂ. നഖ്റ ഉൽ ഫിഖ്റ വനഖ്താറു മിൻഹ അദവാത്തിൻ നസ്ബി വൽ അഫ്ആലിൽ മൻസൂബ മഅ തശ്കീൽ. എന്താണ് പറയുന്നത്? അവിടെ കൊടുത്തിട്ടുള്ള പാരഗ്രാഫ് വായിക്കുക. വനഖ്താറു മിൻഹ അതിൽ നിന്ന് നമുക്ക് തിരഞ്ഞെടുക്കാമെന്നാണ് അദവാത്തുൻ നസ്ബ്, അദവാത്തുൻ നസ്ബിനെയും വൽ അഫ്ആലിൽ മൻസൂബ അതോടൊപ്പം തന്നെ നസ്ബ് ചെയ്യപ്പെട്ടതായ ഫിയാലിനെയും കണ്ടെത്തി എഴുതാനാണ് കേട്ടോ. മഅ തശ്കീലി എന്നും കൂടെ കൊടുത്തിട്ടുണ്ട്. മഅ തശ്കീലി എന്ന് പറഞ്ഞാൽ ഹർക്കത്തോട് കൂടിയിട്ട് എന്നാണ്. അപ്പോൾ നമുക്കറിയാം അദവാത്തുൻ നസ്ബ് നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുള്ളതാണ്. ഏതൊക്കെയാണ് അദവാത്തുൻ നസ്ബ് എന്ന് പറയുന്നത്? അൻ, ലൻ, ഇദൻ, കൈ. ഇതിനെയാണ് നമ്മൾ അദവാത്തുൻ നസ്ബ് എന്ന് പറയുന്നത്. അപ്പം ഇതിലേതെങ്കിലും ഒന്ന് ഒരു ഫിഅല് മുലാരിയുടെ മുൻപിൽ വന്നു കഴിഞ്ഞാൽ ആ ഫിഅല് മുലാരി മൻസൂബായിരിക്കും എന്നാണ് നിയമം അല്ലേ. അതായത് ആ ഫിഅല് മുലാരിയുടെ അവസാനത്തിൽ നസ്ബായിരിക്കും വരുന്നത്, അഥവാ ഫതഹ് ആയിരിക്കും വരുന്നത് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് നമ്മൾ. അപ്പോൾ അങ്ങനെ വന്നിട്ടുള്ള ആ ഒരു അദവാത്തുകളെയും ആ ഒരു ഫിഅലുകളെയും നിങ്ങൾ എഴുതാനാണ് ചോദ്യം വന്നിട്ടുള്ളത്. ചോദ്യം മനസ്സിലായല്ലോ. ഇനി നമുക്ക് ആ പാരഗ്രാഫ് വായിച്ചു നോക്കാം. നജീബ് ഷാബുൻ ഷാത്തിറുൻ യസ്തൈഖിദു മുബക്കിറൻ. നജീബ് ഷാബുൻ ഷാത്തിറുൻ. നജീബ് ഒരു മിടുക്കനായിട്ടുള്ള യുവാവാണ്. യസ്തൈഖിദു മുബക്കിറൻ അവൻ നേരത്തെ എഴുന്നേൽക്കും. യദ്ഹബു ഇലൻ നഹരി എന്നിട്ട് പുഴയിലേക്ക് പോകുന്നു. ലിഅന്നഹു യുരീദു അൻ യസ്ബഹ കൈ യുഹാഫിദ അലാ സിഹ്ഹതിഹി. ലിഅന്നഹു അതിൻ്റെ കാരണം എന്താണ്? യുരീദു അൻ യസ്ബഹ അദ്ദേഹം അവൻ എന്ത് ചെയ്യുന്നുണ്ട്? നീന്തുവാൻ അല്ലേ. യസ്ബഹ എന്ന് പറഞ്ഞാൽ എന്താ? നീന്ത എന്നാണ്. നീന്തുവാൻ ഉദ്ദേശിക്കുന്നുണ്ട്. കൈ യുഹാഫിദ അലാ സിഹ്ഹതിഹി അവൻ്റെ ആരോഗ്യത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ആ പുഴയിൽ നീന്തുവാൻ അവൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്നാണ്. അതിന് വേണ്ടിയിട്ടാണ് അവൻ പുഴയിലേക്ക് പോകുന്നത്. കൈ യുഹാഫിദ എന്ന് പറഞ്ഞാൽ സംരക്ഷിക്കുവാൻ വേണ്ടി എന്നാണ് കേട്ടോ. അലാ സിഹ്ഹതിഹി അവൻ്റെ ആരോഗ്യത്തെ. ഹുവ ഹുസ്നുൽ ഖുൽഖ് അവന് നല്ല സ്വഭാവമുള്ള വ്യക്തിയാണ്. ലൻ യക്ദിബ ഫിൽ കലാമി അവന് സംസാരത്തിൽ ഒരിക്കലും കളവ് പറയുകയേ ഇല്ല എന്നാണ്. ലൻ യക്ദിബ അവൻ കളവ് പറയുകയേ ഇല്ല. ഫിൽ കലാമി അവൻ്റെ സംസാരത്തിൽ. വലൻ യഖൂന അസ്ദിഖാഇഹി അതോടൊപ്പം തന്നെ വലൻ യഖൂന അവൻ ഒരിക്കലും വഞ്ചിക്കുകയേ ഇല്ല. അസ്ദിഖാഇഹി അവൻ്റെ കൂട്ടുകാരെ വഞ്ചിക്കുകയേ ഇല്ല എന്നാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പാരഗ്രാഫിൽ നിന്ന് വേണം നിങ്ങൾ അദവാത്തുൻ നസ്ബിനെയും അതോടൊപ്പം തന്നെ ഫിഅലിനെയും കണ്ടെത്തി എഴുതുവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒന്ന് അവിടെ കൊടുത്തിട്ടുണ്ട്, അൻ എന്ന് പറയുന്ന അദവാത്താണ്. അതോടൊപ്പം തന്നെ അതിൻ്റെ ഫിഅലും അവിടെ കൊടുത്തിട്ടുണ്ട്, യസ്ബഹ എന്ന് പറയുന്നതാണ്. അപ്പോൾ അവിടെ യസ്ബഹ എന്ന് പറയുമ്പം അതിൻ്റെ അവസാനത്തിൽ ആ നസ്ബിനെ അവിടെ വ്യക്തമാക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എഴുതാനാണ് മഅ തശ്കീൽ എന്ന് പറയുന്നത്. ആ ഒരു ഹർക്കത്ത് വ്യക്തമാക്കി എഴുതാനെന്നാണ് ചോദ്യം വന്നിട്ടുള്ളത് കേട്ടോ.
ഇനി ഏതൊക്കെയാണ് അതിൽ വന്നിട്ടുള്ളത് എന്ന് നോക്കൂ. കൈ യുഹാഫിദ എന്ന് പറയുന്നതാണ്. അതിലെ കൈ എന്ന് പറയുന്ന അദാത്തും അതോടൊപ്പം തന്നെ യുഹാഫിദ എന്ന് പറയുന്ന ഫിഅല് മുലാരിയുമാണ് കേട്ടോ. നസ്ബ് ചെയ്യപ്പെട്ട ഫിഅല് മുലാരിയാണ്. അപ്പോൾ നിങ്ങൾ എഴുതുമ്പോൾ യുഹാഫിദ എന്ന് തന്നെ എഴുതണം. പിന്നെ ഏതാ വരുന്നത് എന്ന് നോക്കൂ. ലൻ എക്ദിബ, കണ്ടില്ലേ, ലൻ എക്ദിബ. അതിൽ ലൻ എന്ന് പറയുന്നത് അദാത്തും എക്ദിബ എന്ന് പറയുന്നതാണ് അവിടെ ഫിഅലായിട്ട് വരുന്നത്. അതുപോലെ തന്നെ ലൻ യഹൂന, അപ്പോൾ അവിടെയും ഏതാണ്, ലൻ എന്ന് പറയുന്ന അദാത്തും യഹൂന എന്ന് പറയുന്ന ഫിഅല് മുലാരിയും കൂടെയാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതാണ് നിങ്ങളവിടെ വേർതിരിച്ച് എഴുതേണ്ടത്. ഇനി അതിൽ ഒരു ക്വസ്റ്റ്യൻ കൂടെ കൊടുത്തിട്ടുണ്ട്, ബാ എന്ന് പറഞ്ഞിട്ട്. നക്കുമിലിൽ ഫറാഅ ബിവലഇൽ അഫ്ആലിൽ മുനാസിബ, യോജിച്ച ഫിഅലുകൾ വെച്ച് കൊടുത്തുകൊണ്ട് വിട്ട ഭാഗം പൂരിപ്പിക്കുവാനാണ് കേട്ടോ. അപ്പോൾ അവിടെ ബ്ലാങ്ക് ആയി കിടക്കുന്ന സ്ഥലത്ത് യോജിച്ച ഫിഅലുകൾ വെച്ച് കൊടുത്തുകൊണ്ട് പൂരിപ്പിക്കാനാണ്. അവിടെ ഹുവ, ഹുവ എന്ന് പറഞ്ഞപ്പം യശ്ബഹു എന്നാണ് പറഞ്ഞത് അല്ലേ, അവൻ നീന്തുന്നു. ഇനി ഹും എന്നാവുന്ന സമയത്ത് യശ്ബഹു എന്നുള്ളത് എങ്ങനെയാണ് മാറുന്നത് എന്നാണ് നിങ്ങൾ എഴുതേണ്ടത്. എങ്ങനെയായിരിക്കും? ഹും എന്ന് പറയുമ്പം അവർ എന്നാണ്. അവർ നീന്തുന്നു. നമ്മളെങ്ങനെ പറയും? യശ്ബഹൂന എന്നാണ് പറയാം. എന്താണ് പറയാ? യശ്ബഹൂന എന്നായിരിക്കും അവിടെ ഉത്തരം വരുന്നത്. ഇനി യദ്ഹബൂന എന്നവിടെ കൊടുത്തിട്ടുണ്ട്, അവർ പോകുന്നു. അപ്പോൾ അവൻ പോകുന്നു എങ്ങനെ പറയും? യദ്ഹബു എന്നാണ് പറയാ അല്ലേ, യദ്ഹബു എന്നാണ് പറയാ. ഇനി യക്ദിബു അല്ലേ, അവിടെ കൊടുത്തിട്ടുണ്ട് അവൻ കളവ് പറയുന്നു എന്നാണ്. ഇനി അവർ കളവ് പറയുന്നു എങ്ങനെ പറയും? യക്ദിബൂന എന്താണ് പറയാ? യക്ദിബൂന എന്നാണ് പറയാ. ഇനി യസ്തൈഖിലു അല്ലേ, അവൻ എഴുന്നേൽക്കുന്നു എന്നാണ്. ഇനി അവർ എഴുന്നേൽക്കുന്നു എങ്ങനെ പറയും? യസ്തൈഖിലൂന എന്താണ് പറയാ? യസ്തൈഖിലൂന എന്നാണ് അവിടെ ഉത്തരമായിട്ട് വരിക കേട്ടോ. ഇതേ രൂപത്തിൽ തന്നെ ആയിരിക്കും നിങ്ങൾ എഴുതിയിട്ടുണ്ടായിരിക്കുക അല്ലേ. ഇനി മൂന്നാമത്തെ ചോദ്യം നോക്കൂ. നഫ്രിസുൻ നുഫായാത്തി ഫിസ്സല്ലാത്തി. നഫ്രിസു നമുക്ക് അടുക്കി വെക്കാം, അല്ലെങ്കിൽ എന്താണ്, ഡിവൈഡ് ചെയ്ത് വെക്കാം എന്നാണ്, വേർതിരിച്ച് വെക്കാം. നുഫായാത്തി വേസ്റ്റുകളെ വേർതിരിച്ച് വെക്കാം എന്നാണ്, ഫിസ്സല്ലാത്തി ബാസ്ക്കറ്റുകളിൽ കേട്ടോ. യൗമൻ റഅ നജീബുൻ നുഫായാത്തിൻ കസീറ ഫി ഷാത്തിഇൻ നെഹർ. യൗമൻ ഒരു ദിവസം, റഅ നജീബുൻ നജീബ് കണ്ടു, നുഫായാത്തിൻ കസീറ ധാരാളം വേസ്റ്റുകൾ കണ്ടു, ഫി ഷാത്തിഇൻ നെഹരി എവിടെയാണ്, പുഴയുടെ തീരത്ത് ധാരാളം വേസ്റ്റുകൾ കണ്ടു. ഫനാദ അസ്തിഖാഅഹു അങ്ങനെ അവൻ അവൻ്റെ കൂട്ടുകാരെ വിളിച്ചു. ലി തൻലീഫ് ഷാത്തിഇൻ നെഹർ ആ പുഴയുടെ തീരം വൃത്തിയാക്കുവാൻ വേണ്ടിയിട്ട് അവൻ അവൻ്റെ കൂട്ടുകാരെയും വിളിച്ചു. ഹയ്യാ നുസാഇദുഹും നമുക്ക് അവരെ സഹായിക്കാം. ലി ഫർസിൻ നുഫായാത്തി ഫിസ്സല്ലാത്തിൽ മുനാസിബ യോജിച്ച ബാസ്ക്കറ്റുകളിൽ ആ വേസ്റ്റുകൾ നിക്ഷേപിക്കാൻ വേണ്ടിയിട്ട് നമുക്കും അവരെ സഹായിക്കാം എന്നാണ്. ചോദ്യം മനസ്സിലായല്ലോ. ഇനി അവിടെ കൊടുത്തിട്ടുള്ള വേസ്റ്റുകൾ ഏതൊക്കെയാണ് എന്ന് നോക്കൂ. ഒന്നാമത്തേത് അൽ ഖാറൂറത്തുൽ പ്ലാസ്റ്റിക്കിയ, എന്താണ്, പ്ലാസ്റ്റിക് കുപ്പികളാണ് അല്ലേ, പ്ലാസ്റ്റിക് കുപ്പികൾ, ബോട്ടിലുകൾ. ഫദലാത്ത് ത്വആം ഭക്ഷണത്തിൻ്റെ വേസ്റ്റുകൾ, ഫുഡ് വേസ്റ്റുകൾ. അസ്സുഹൂനുൽ വറഖിയ പേപ്പർ പ്ലേറ്റുകൾ, അതാണ് അസ്സുഹൂനുൽ വറഖിയ എന്ന് പറഞ്ഞാൽ പേപ്പർ പ്ലേറ്റുകൾ. ഖിഷ്റുൽ ബീൽ എന്താണ്, മുട്ടയുടെ തൊലി, അതാണ് ഖിഷ്റുൽ ബീൽ എന്ന് പറയുന്നത്. ഒലുബുൽ അസീർ, ഒലുബുൽ അസീർ എന്ന് പറഞ്ഞാൽ ജ്യൂസിൻ്റെ ബോട്ടിലുകൾ എന്നാണ്, ജ്യൂസിൻ്റെ പെട്ടികൾ ഉണ്ടല്ലോ അതിനാണ് ഒലുബുൽ അസീർ എന്ന് പറയുന്നത്. അതുപോലെ അൽ ഖലറവാത്തുൽ ഫാസിദ കേടായിട്ടുള്ള പച്ചക്കറികൾ, ഖലറവാത്തുൽ ഫാസിദ കേടായിട്ടുള്ള പച്ചക്കറികൾ. അൽ ജറായിദുൽ ഖദീമ പഴയ ന്യൂസ് പേപ്പറുകൾ. അൽ കഅസാത്തുൽ വറഖിയ പേപ്പർ കപ്പുകൾ, പേപ്പർ ഗ്ലാസ്സുകൾ ഉണ്ടല്ലോ അതാണ് കഅസാത്തുൽ വറഖിയ എന്ന് പറഞ്ഞാൽ. അൽ മനാദീലുൽ വറഖിയ എന്താണ്, മനാദീലുൽ വറഖിയ പേപ്പർ നാപ്കിൻസുകളാണ്, അതായത് ടിഷ്യൂ പേപ്പറുകൾ, അതാണ് അൽ മനാദിലുൽ വറഖിയ എന്ന് പറഞ്ഞാൽ. അതുപോലെ തന്നെ അൽ അക്കിയാസുൽ പ്ലാസ്റ്റിക്കിയ പ്ലാസ്റ്റിക് കവറുകൾ. ഇത്രയുമാണ് അവിടെ കൊടുത്തിട്ടുള്ള വേസ്റ്റുകൾ അല്ലേ. ഇനി ആ വേസ്റ്റുകൾ നമ്മൾ 3 ബാസ്ക്കറ്റുകളിലായിട്ടാണ് വേർതിരിക്കേണ്ടത്. ഒന്നാമത്തേതിൽ അന്നുഫായാത്തുൽ പ്ലാസ്റ്റിക്കിയ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ, രണ്ടാമത്തേതിൽ അന്നുഫായാത്തുൽ വറഖിയ പേപ്പർ മാലിന്യങ്ങൾ, മൂന്നാമത്തേതിൽ അന്നുഫായാത്തു ത്വബിഇയ ജൈവ മാലിന്യങ്ങൾ. ഇത്രയുമാണ് 3 ബാസ്ക്കറ്റുകൾ. അപ്പോൾ ഏതൊക്കെയായിരിക്കും അതിൽ നുഫായാത്തുൽ പ്ലാസ്റ്റിക്കിയയിൽ വരുന്നത്? ഒന്ന് അൽ ഖാറൂറത്തുൽ പ്ലാസ്റ്റിക്കിയ അല്ലെ പ്ലാസ്റ്റിക് കുപ്പികൾ വരും. അതുപോലെ തന്നെ അൽ അക്കിയാസുൽ പ്ലാസ്റ്റിക്കിയ അല്ലെ പ്ലാസ്റ്റിക് കവറുകൾ, അതാണ് അക്കിയാസുൽ പ്ലാസ്റ്റിക്കിയ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒലബുൽ അഷീർ അല്ലെ നമ്മുടെ ജ്യൂസിൻ്റെ
ബോട്ടിലുകൾ ഒലുബുൽ അസീർ അതും കൂടെ നമുക്ക് അന്നുഫായാത്തുൽ പ്ലാസ്റ്റിക്കിൽ എഴുതാം കേട്ടോ. പേപ്പറിൻ്റെതും ഉണ്ടാവാറുണ്ടല്ലേ, അപ്പം നമുക്ക് തൽക്കാലം ഇതിലെഴുതാം. ഇനി അന്നുഫായാത്തുൽ വറഖിയ പേപ്പർ വേസ്റ്റുകൾ ഏതൊക്കെയാണ് വരുന്നത് എന്ന് നോക്കൂ. ഒന്ന് അസ്സുഹൂനുൽ വറഖിയ, അതുപോലെ തന്നെ അൽ കഅസാത്തുൽ വറഖിയ, അൽ മനാദീലുൽ വറഖിയ. ഇത് മൂന്നുമാണ് അന്നുഫായാത്തുൽ വറഖിയയിൽ വരുന്നത് അല്ലേ. ഇനി അന്നുഫായാത്തു തൊബിഇയ്യ അതിലേതൊക്കെ വരും? ഫളലാത്തു ത്വആം വരും, ഖിശ്റുൽ ബീള്, അതുപോലെ തന്നെ അൽ ഖലറവാത്തുൽ ഫാസിദ. ഇത് മൂന്നുമാണ് അന്നുഫായാത്തു തൊബിഇയ്യ എന്ന് പറയുന്ന ബാസ്ക്കറ്റിൽ വരുന്നത്. അപ്പോൾ ഈ രൂപത്തിലാണ് നിങ്ങൾ 3 ബാസ്ക്കറ്റുകളിലും വേസ്റ്റുകൾ നിക്ഷേപിക്കേണ്ടത് കേട്ടോ. ഇനി നാലാമത്തെ ചോദ്യം നോക്കൂ. നൊഇദുൽ ലാഫിതാത്ത് നമുക്ക് ബോർഡുകൾ തയ്യാറാക്കാം എന്നാണ്. നൊഇദുൽ ലാഫിതാത്ത് ബോർഡുകൾ തയ്യാറാക്കാം. യൗമൻ അസിമ നജീബുൻ വ അസ്തിഖാഉഹു അലാ ഇഅദാദി ലാഫിതാത്തിൽ ഇർഷാദാത്ത് ലിൽ ഹിഫാദി അലൽ ബീഅ ഹയ്യ നൊഇദുൽ ലാഫിതാത്ത് ബിമുസാഅദത്തിൽ കലിമാത്ത്. എന്താണ് ചോദ്യം കൊടുത്തിട്ടുള്ളത് എന്ന് നോക്കൂ. യൗമൻ ഒരു ദിവസം, അസിമ നജീബുൻ നജീബ് തീരുമാനിച്ചു, വ അസ്തിഖാഉഹു അവൻ്റെ കൂട്ടുകാരും, അലാ ഇഅദാദിൽ ലാഫിതാത്തിൽ ഇർഷാദാത്ത്. എന്താണ് ലാഫിതാത്തിൽ ഇർഷാദാത്ത് എന്ന് പറഞ്ഞാൽ നിർദ്ദേശക ബോർഡുകൾ എന്നാണ് അല്ലേ. ചില നിർദ്ദേശക ബോർഡുകൾ തയ്യാറാക്കുവാൻ വേണ്ടിയിട്ട് ലിൽ ഹിഫാദി അലൽ ബീഅ പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചില നിർദ്ദേശക ബോർഡുകൾ തയ്യാറാക്കുവാൻ നജീബും അവൻ്റെ കൂട്ടുകാരും തീരുമാനിച്ചു എന്നാണ്. ഹയ്യ നൊഇദുൽ ലാഫിതാത്ത് നമുക്കെന്ത് ചെയ്യാം? ആ ബോർഡുകൾ തയ്യാറാക്കാം. ബിമുസാഅദത്തിൽ കലിമാത്ത് താഴെ കൊടുത്തിട്ടുള്ള പദങ്ങളുടെ സഹായത്തോട് കൂടിയിട്ട് ആ ബോർഡുകൾ തയ്യാറാക്കാം എന്നാണ്. അപ്പോൾ പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചില ബോർഡുകൾ തയ്യാറാക്കാനാണ് ചോദ്യം വന്നിട്ടുള്ളത്. ഇനി അവിടെ കൊടുത്തിട്ടുള്ള പദങ്ങൾ നോക്കൂ. ഓലിയറ്റുൻ എന്താണ്? ഓലിയറ്റ് എന്ന് പറഞ്ഞാൽ വിലയേറിയത്, വിലപ്പെട്ടത് എന്നാണ്. ആദത്തിന നമ്മളുടെ ശീലം അല്ലെ, ആദത്തിന നമ്മളുടെ ശീലം. ലാത്തർമു നിങ്ങൾ എറിയരുത്. ബി അത്തുന നമ്മളുടെ പരിസരം, നമ്മുടെ പരിസ്ഥിതി. ഒർസുഷത്തലാത്തി എന്താണ്? തൈകൾ നട്ടുപിടിപ്പിക്കുക. നുഹാഫിദു നമുക്ക് സംരക്ഷിക്കാം. മാ ഉന്നഖി ശുദ്ധമായിട്ടുള്ള വെള്ളം. മവാരിദുൽ മിയാഇ എന്താണ്? മവാരിദുൽ മിയാഇ ജലസ്രോതസ്സുകൾ. ഇഷ്റബു നിങ്ങൾ കുടിക്കൂ. ഇലന്നഹിരി പുഴയിലേക്ക് അല്ലേ. ഇത്രയും പദങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട്. ഈ പദങ്ങൾ വെച്ചിട്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബോർഡുകൾ തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ ഒന്ന് അവിടെ കൊടുത്തിട്ടുണ്ട് നെഹ്മി അൽ മിയാ വൽ ഹവാ അല്ലേ. നെഹ്മി നമുക്ക് സംരക്ഷിക്കാം, അൽ മിയാ വെള്ളവും, വൽ ഹവാ വായുവും നമുക്ക് സംരക്ഷിക്കാം എന്നാണ്. ഇതുപോലെയുള്ള 5 ബോർഡുകൾ കൂടെ നിങ്ങൾ തയ്യാറാക്കണം. എന്തെഴുതാം നമുക്ക്? ലാ തെർമു അന്നുഫായാത്തി ഇലന്നഹിരി എഴുതിക്കൂടെ? ലാ തെർമു നിങ്ങൾ എറിയരുത്, അന്നുഫായാത്തി വേസ്റ്റുകൾ എറിയരുത്, ഇലന്നഹിരി പുഴയിലേക്ക് നദിയിലേക്ക് വേസ്റ്റുകൾ എറിയരുത് എന്നാണ്. അടുത്തത് എന്തെഴുതാൻ പറ്റും? ഇഷ്റബു അൽമാ അന്നഖിയ ഇഷ്റബു നിങ്ങൾ കുടിക്കൂ, അൻമാ അന്നഖിയ ശുദ്ധമായിട്ടുള്ള വെള്ളം നിങ്ങൾ കുടിക്കൂ എന്നാണ്. ബിഅത്തുന ഓലിയത്തുൻ നമ്മുടെ പരിസരം, നമ്മുടെ പരിസ്ഥിതി എന്ന് പറയുന്നത് എന്താണ്? ഓലിയത്തുൻ അത് വിലപ്പെട്ടതാണ്. ലാ തുലവ്വിസൂഹ നിങ്ങൾ അതിനെ മലിനമാക്കരുത്. ലാ തുലവ്വിസൂഹ നിങ്ങൾ അതിനെ മലിനമാക്കരുത്. വർഷത്തിലാത്തി വാജിബുൻ അലൈന ലിജീലിൻ ജദീദ് അങ്ങനെ എഴുതാം. എന്താണ്? ചെടികൾ നട്ടുപിടിപ്പിക്കുക എന്ന് പറയുന്നത് വാജിബുൻ അലൈന നമ്മുടെ മേൽ നിർബന്ധമാണ്, നമ്മുടെ മേൽ ബാധ്യതയാണ്. ലിജീലിൻ ജദീദ് പുതിയ തലമുറകൾക്ക് വേണ്ടിയിട്ട് അല്ലെ, പുതിയ തലമുറകൾക്ക് വേണ്ടിയിട്ട് തൈകൾ നട്ടുപിടിപ്പിക്കുക എന്നുള്ളത് നമ്മുടെ മേൽ ബാധ്യതയാണ് എന്നാണ്. ഹാഫിദു മവാരിദൽ മിയാഇ ജലസ്രോതസ്സുകളെ നിങ്ങൾ സംരക്ഷിക്കൂ അല്ലെ. ഹാഫിദു നിങ്ങൾ സംരക്ഷിക്കൂ, മവാരിദൽ മിയാഇ ജലസ്രോതസ്സുകളെ നിങ്ങൾ സംരക്ഷിക്കൂ. ഈ രൂപത്തിലേക്ക് നിങ്ങൾക്ക് ആ പോസ്റ്ററുകൾ തയ്യാറാക്കാൻ പറ്റും കേട്ടോ. 5ാമത്തെ ചോദ്യം നോക്കൂ. യൗദാദു സീറത്ത് ദാത്തിയ ബയോഡേറ്റ് തയ്യാറാക്കാനാണ്. യോമൻ ഒരു ദിവസം, റഅ നജീബുൻ നജീബ് കണ്ടു, ഈ അലാനൻ ഒരു പരസ്യം കണ്ടു, വറദഫിൽ ജരീദത്തിൽ യോമിയ ന്യൂസ് പേപ്പറിൽ വന്നതായ ഒരു പരസ്യം കണ്ടു. ലി വലീഫത്തി മുഹാസിബിൻ ഫി ഷെരിക്കത്തിൻ ബി ദുബൈ ദുബൈയിലെ ഒരു കമ്പനിയിൽ അക്കൗണ്ടൻറ്റിൻ്റെ ജോലിയിലേക്കുള്ള ഒരു പരസ്യം കണ്ടു എന്നാണ്. അപ്പോൾ ദുബൈയിലൊരു കമ്പനിയിലേക്ക് അക്കൗണ്ടൻറ്റിന് ആവശ്യമുണ്ട് എന്നുള്ളൊരു
പരസ്യം നജീബ് പേപ്പറിൽ കണ്ടു എന്നാണ്. ഹയ്യാ നുസാഇദുഹു, വരൂ നമുക്ക് അവനെ സഹായിക്കാം. അലായ അദാദ് ഷീറത്തിഹി അദാത്തിയ, അവൻ്റെ ബയോഡാറ്റ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അവനെ സഹായിക്കാം എന്നാണ്. നോക്കൂ, അവിടെ അതിൻ്റെ ഫോർമാറ്റ് കൊടുത്തിട്ടുണ്ട് അല്ലേ. അൽ ഇസ്മുൽ കാമിൽ, ഫുൾ നെയിമാണ് അല്ലേ. എന്താണ് അവിടെ കൊടുക്കേണ്ടത്? നജീബ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഫുൾ നെയിം എന്താണ്? നജീബ് എന്നാണ്. ഇനി അൽ ജിൻസ്, എന്താണ് ജിൻസ് എന്ന് പറഞ്ഞാൽ? ജെൻഡർ ആണ് കേട്ടോ, അതായത് മെയിലാണോ ഫീമെയിലാണോ എന്നാണ്. അപ്പോൾ അവിടെ എന്ത് എഴുതാം? ദക്കർ എന്നാണ് എഴുതേണ്ടത്. എന്താണ് എഴുതേണ്ടത്? ജിൻസ് എന്നുള്ളിടത്ത് ദക്കർ, അതായത് ആണാണോ പെണ്ണാണോ എന്നാണ് ചോദ്യം. അപ്പോൾ അവിടെ ദക്കർ എന്നാണ് എഴുതേണ്ടത്. ഇനി അൽ ഉൻവാൻ, അഡ്രസ്സാണ്. അപ്പോൾ അവിടെ എന്തെങ്കിലും ഒരു അഡ്രസ്സ് എഴുതി കൊടുത്താൽ മതി കേട്ടോ, ഏതെങ്കിലും ഒരു അഡ്രസ്സ് എഴുതി കൊടുത്താൽ മതി. ഇനി അൽ ജിൻസിയയാണ്. ജിൻസിയ എന്ന് പറഞ്ഞാൽ എന്താ? നാഷണാലിറ്റി, ഏത് രാജ്യക്കാരനാണ് എന്നാണ് എഴുതേണ്ടത്. അപ്പോൾ എന്തായിരിക്കും? ഹിന്ദി എന്നാണ് എഴുതുക. എന്താണ്? ഹിന്ദിയുൻ എന്നാണ് എഴുതേണ്ടത്. ഇനി അൽ ഉംർ, വയസ്സാണ്. അപ്പോൾ വയസ്സ് നിങ്ങൾക്ക് അവിടെ ഏത് വയസ്സും എഴുതാം. അപ്പോൾ ടീച്ചർ അവിടെ ഒരു 30 വയസ്സൊക്കെയാണ് എഴുതുന്നത്. അപ്പോൾ സലാസൂൻ അല്ലേ. ഇനി എന്താണ്? താരീഖുൽ മീലാദ്, ഡേറ്റ് ഓഫ് ബർത്ത് ആണ് ചോദിക്കുന്നത്. അപ്പോൾ അവിടെ നിങ്ങൾ ഒരു ജനന തീയതി എഴുതി കൊടുക്കുകയാണ് വേണ്ടത്. ടീച്ചർ ഇവിടെ 5/5/1995 എന്നൊക്കെ എഴുതി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഏതെങ്കിലും ഒരു ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങൾ എഴുതി കൊടുത്താൽ മതി. ഇനി ഇസ്മുൽ വാലിദ്, പിതാവിൻ്റെ പേരാണ് അവിടെ എഴുതേണ്ടത്. ഇസ്മുൽ വാലിദ് എന്ന് പറഞ്ഞാൽ എന്താണ്? നെയിം ഓഫ് ഫാദർ ആണ്. അവിടെ നമുക്ക് ഇബ്രാഹിം എന്ന് എഴുതാം. ഇനി ഇസ്മുൽ വാലിദ, ഫാത്തിമ, വെറുതെ ഏതെങ്കിലും ഒരു പേര് എഴുതി കൊടുത്താൽ മതി കേട്ടോ. ഇസ്മുൽ വാലിദ, നെയിം ഓഫ് മദർ എന്നാണല്ലോ. അപ്പോൾ ടീച്ചർ അവിടെ ഫാത്തിമ എന്ന് കൊടുക്കുന്നുണ്ട്. ഇനി ലോഅത്തുൽ ഉമ്മാണ്, മാതൃഭാഷ, മദർ ടങ്കാണ് ചോദിക്കുന്നത്. ഏതാണ് ലോഅത്തുൽ ഉമ്മ? മലയാളം എന്നാണ് കൊടുക്കേണ്ടത്. ഇനി എന്താണ്? റഖമു ജവാസി സഫർ, പാസ്പോർട്ട് നമ്പറാണ്. ജവാസു സഫർ എന്ന് പറഞ്ഞാൽ പാസ്പോർട്ട്. അപ്പോൾ പാസ്പോർട്ട് നമ്പർ ഏതാണ് എന്നാണ് ചോദിക്കുന്നത്. അതവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ. അതുപോലെ തന്നെ അൽ മുഅഹിലാത്ത്, മുഅഹിലാത്ത് എന്ന് പറഞ്ഞാൽ ക്വാളിഫിക്കേഷൻസ്, യോഗ്യതകൾ എന്തൊക്കെയാണ് എന്നാണ്. ബക്കാലൂരിയസ് ഫിൽ മുഹാസബ എന്ന് കൊടുത്തിട്ടുണ്ട്, അതായത് അക്കൗണ്ടിങ്ങിൽ ഡിഗ്രി. ബക്കാലൂരിയസ് എന്ന് പറഞ്ഞാൽ ഡിഗ്രിയാണ്. ഫിൽ മുഹാസബ, അക്കൗണ്ടിങ്ങിൽ ഡിഗ്രി ഉണ്ട് എന്നാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ അൽ ഖുബ്ര, ഖുബ്ര എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ്പീരിയൻസ് എന്നാണ്. സെനത്താനി എന്ന് കൊടുത്തിട്ടുണ്ട്, 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് എന്നാണ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ രൂപത്തിലാണ് നിങ്ങൾ ആ ഒരു ബയോഡാറ്റ തയ്യാറാക്കേണ്ടത്. അപ്പോൾ അവിടെ അഡ്രസ്സും അതുപോലെ തന്നെ നെയിം ഓഫ് ഫാദർ, മദർ, അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതി കൊടുക്കാം കേട്ടോ. ഇനി 6ാമത്തെ ചോദ്യം നോക്കൂ. അവസാനത്തെ ക്വസ്റ്റ്യനാണ് ഇത്. നുലാഹിദുസ്സാ, അവിടെ കൊടുത്തിട്ടുള്ള ക്ലോക്ക് നോക്കുക. വനലിബിത്തുൽ ഔക്കാത്ത, എന്നിട്ട് സമയം നിശ്ചയിക്കുവാനാണ്. അതിൽ കൊടുത്തിട്ടുള്ള സമയം നിശ്ചയിച്ച് എഴുതുവാനാണ് ചോദ്യം വന്നിട്ടുള്ളത്. എസ്തൈഖിൽ നജീബും മിനൻ നൗമി, നജീബ് ഉറക്കത്തിൽ നിന്നും എഴുന്നേൽക്കുന്നു. എസ്തൈഖിൽ നജീബു, നജീബ് എഴുന്നേൽക്കുന്നു. മിനൻ നൗമി, ഉറക്കത്തിൽ നിന്നും. എത്ര മണിക്കാണ് അവിടെ ക്ലോക്കിൽ കാണിക്കുന്നത്? 5 മണി എന്നാണ്. അപ്പോൾ എങ്ങനെ പറയാം? ഫിസ്സാഅത്തിൽ ഖാമിസ, അല്ല 5 മണിക്ക് എന്താ പറയുക? ഫിസ്സാഅത്തിൽ ഖാമിസ എന്നാണ് എഴുതേണ്ടത്. യസ്തൈഖിലു നജീബും മിനൻ നൗമി ഫിസ്സാഅത്തിൽ ഖാമിസ വയദ്ഹബു ലിറിയാദത്തുൽ ബദനിയ, എന്നിട്ട് അവന് എക്സസൈസിന് വേണ്ടി പോകുന്നു എന്നാണ്. വയദ്ഹബു, അവൻ പോകുന്നു. ലിറിയാദത്തുൽ ബദനിയ, ഫിസിക്കൽ എക്സസൈസിനൊക്കെ വേണ്ടിയിട്ട് പോകുന്നു. എത്ര മണിക്കാണ് ക്ലോക്കിൽ കാണുന്നത്? 7 മണി എന്നാണ് അല്ലേ. അപ്പോൾ എന്ത് എഴുതണം? ഫിസ്സാഅത്തി സാബിയ എന്നാണ് എഴുതേണ്ടത്. 7 മണിക്ക് എന്താ പറയുക? സാഅത്തു സാബിയ എന്നാണ് അല്ലേ. അപ്പോൾ ഫിസ്സാഅത്തി സാബിയ എന്നാണ് അവിടെ എഴുതേണ്ടത്. ഇനി വയറൂഹുലിൽ അമലി, അവൻ ജോലിക്ക് വേണ്ടി പോകുന്നു. എത്രയാണ് അവിടെ ക്ലോക്കിൽ കാണിക്കുന്നത്? 10 മണിയാണ്. അപ്പോൾ എങ്ങനെ പറയാം? ഫിസ്സാഅത്തിൽ ആഷിറ അല്ലേ. വയറൂഹുലിൽ അമലി ഫിസ്സാഅത്തിൽ ആഷിറ എന്നാണ്. ഇനി അതിലെ ബാ നോക്കൂ. നുലാഹിനു സൂറ വനുക്കുമിനുൽ ജുമല, നമുക്ക് അവിടെ കൊടുത്തുള്ള ചിത്രം നോക്കിയിട്ട് ആ സെൻറ്റൻസ് പൂർത്തിയാക്കാനാണ്. അപ്പോൾ ആ ചിത്രത്തിൽ കാണുന്നത് ആരാണ്? അതാണ് നിങ്ങളവിടെ ഫില്ല് ചെയ്യേണ്ടത്. അന ഡാഷ് അത്ബഹുത്തു ആമ എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഞാൻ ഡാഷ് ആണ്. ആരാണ്? അത്ബഹുത്തു ആമ, ഞാൻ ഭക്ഷണം പാചകം ചെയ്യുന്നു. അപ്പോൾ ആരാണ്? കുക്കിന് എന്താ പറയുക എന്നാണ് നിങ്ങൾ അവിടെ എഴുതേണ്ടത്. തോബിഹ് എന്നാണ് പറയുക. അന തോബിഹുൻ അത്ബഹുത്തു ആമ, അങ്ങനെയാണ് എഴുതേണ്ടത്. ഇനി അടുത്ത് നോക്കൂ. അന ഡാഷ് അഖൂദുസ്സയ്യാറ, അന ഡാഷ്, ഞാൻ ആരാണ്? ഡാഷ് അഖൂദുസ്സയ്യാറ, ഞാൻ കാറ് ഓടിക്കുന്നു. കാർ ഓടിക്കുന്നു എന്നാണ്. അപ്പോൾ ആരായിരിക്കും? ഡ്രൈവർ അല്ലേ. ഡ്രൈവർക്ക് എന്താണ് അറബി പറയുക?
അന സായിഖുൻ എന്നോ അല്ലെങ്കിൽ അന സുവാഖുൻ എന്നോ പറയാം. കേട്ടോ, രണ്ട് രീതിയിലും ഉപയോഗിക്കാറുണ്ട്. അന സായിഖുൻ അഖൂദു സയ്യാറ എന്നോ അല്ലെങ്കിൽ അന സുവാഖുൻ അഖൂദു സയ്യാറ, ഞാൻ ഡ്രൈവറാണ്, കാർ ഓടിക്കുന്നു. അപ്പോൾ മക്കളെ, ഇത്രയും ചോദ്യങ്ങളാണ് നമുക്ക് ഈ ഒരു ചോദ്യപേപ്പറിൽ വരുന്നത്. വളരെ ഈസി ആയിട്ടുള്ള ചോദ്യങ്ങളാണ് എല്ലാം, അല്ലേ? അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ അറിയിക്കണേ. അതോടൊപ്പം തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തണം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കാനും വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാനും മറക്കല്ലേ കേട്ടോ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.